ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൽ തുടർച്ചയായി അവസരം ലഭിക്കുന്നതിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും. ധോണിയുടെ ഇഷ്ടക്കാരെന്ന നിലയിലാണ് ഇരുവരും ദേശീയ ടീമിൽ കളിക്കുന്നതെന്ന് വരെ പലരും പറഞ്ഞു നടന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ക്വാട്ട എന്ന പ്രയോഗം പോലും അക്കാലത്തുണ്ടായിരുന്നു. ഇരുവരും ഒന്നിച്ച് ഇന്ത്യക്ക് കളിക്കാൻ ആരംഭിച്ച 2012 മുതൽ കളിക്കുന്നതാണിത്. എന്നാൽ 12 വർഷത്തിനപ്പുറം ഇരുവരും കരിയറിന്റെ സായാഹ്നത്തിലേക്ക് കടക്കുമ്പോഴും അവർക്ക് പകരം ആര് എന്ന ഇന്ത്യയുടെ ചോദ്യത്തിന് ഉത്തരമില്ല. ഇരുവർക്കും ടീമിൽ ഇടം നൽകിയതിൽ ടീം മാനേജ്മെന്റിനെയും ക്യാപ്റ്റൻ ധോണിയും പഴിച്ചിരുന്നവർ ഇക്കാലത്തിനിടയ്ക്ക് ഇരുവരും ഇന്ത്യൻ ടീമിൽ നൽകിയ സംഭാവനകൾ കണ്ട് ഞെട്ടുന്നുണ്ടാകും. അശ്വിന് പ്രായം 38 എത്തി നിൽക്കുന്നു. ജഡേജയ്ക്ക് അധികം വൈകാതെ 36 തികയും. എന്നിട്ടും ഇരുവരും ടീം ഇന്ത്യയുടെ ഏറ്റവും മൂല്യമേറിയ കളിക്കാരെ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണെന്നതിന്റെ ഉത്തരമായിരുന്നു ചെന്നൈ ടെസ്റ്റ്. പ്രത്യേകിച്ച് നാട്ടിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ തുടർച്ചയായി 2 തവണ ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിച്ചപ്പോൾ അതിൽ ഇരുവർക്കുമുള്ള പങ്ക് വളരെ വലുതായിരുന്നു. പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു ബംഗ്ലാദേശ് ടീം ചെന്നൈ മത്സരത്തിന് ഇറങ്ങിയത്. തങ്ങളുടെ ബൌളിംഗ് നിരയുടെ കാര്യത്തിൽ പൂർണ്ണ ആശ്വാസമർപ്പിച്ച് അവർ ടോസ് നേടിയിട്ടും ഇന്ത്യയെ ബാറ്റിംഗിന് വിടുകയായിരുന്നു. ആദ്യ സെക്ഷൻ പൂർണ്ണമായും ബംഗ്ലാദേശിന്റെ പരിധിയിലായിരുന്നു. ഹസൻ മുഹമ്മദും ആഞ്ഞടിച്ചപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ 6-144 എന്ന നിലയിലേക്ക് വീണു. ഇന്ത്യയെ കുറഞ്ഞ സ്കോറിൽ പുറത്താക്കാമെന്ന ബംഗ്ലാദേശിന്റെ പദ്ധതി തെറ്റിച്ചത് അശ്വിനും ജഡേജയും ക്രീസിൽ ഒന്നിച്ചപ്പോഴായിരുന്നു. 7ാം വിക്കറ്റിൽ ഒന്നിച്ച ഇരുവരും ബംഗ്ലാദേശ് ബൌളിംഗിനെ തെല്ലും കൂസാതെ നേരിട്ടതിന്റെ ഫലമായിരുന്നു ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയ 376 റൺസ്. അതിൽ 199 റൺസ് ഇരുവരുടെയും സംഭാവനയായിരുന്നു. 6ാം ടെസ്റ്റ് സെഞ്ചുറി തികച്ച അശ്വിൻ 113 റൺസും ജഡേജ 86 റൺസും എടുത്തു. ഒടുവിൽ 4ാം ദിനം ജയത്തിലേക്ക് ബംഗ്ലാദേശിന് 6 വിക്കറ്റുകൾ നേടേണ്ടിയിരുന്ന ഇന്ത്യക്ക് മുന്നിൽ അജ്മൽ ഹുസൈൻ ഷാന്റെയും ഷക്കീബ് അൽ ഹസനും പ്രതിരോധത്തിന്റെ എല്ലാ അടവുകളും പയറ്റി പിടിച്ചു നിന്നു. ഇന്ത്യൻ ബൌളർമാരുടെ അധ്വാനം 1 മണിക്കൂർ പിന്നിട്ടതോടെ ക്യാപ്റ്റൻ രോഹിത് അശ്വിൻ ജഡേജ സഖ്യത്തെ പന്തേൽപ്പിച്ചു. ഡ്രിങ്ക്സ് ബ്രേക്കിന് ശേഷമുള്ള ആദ്യ ഓവറിൽ ഇരുവരും ചേർന്ന് ബൌൾ ചെയ്യാൻ ഇറങ്ങിയപ്പോൾ ശേഷിക്കുന്ന 6 വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് വെറും 48 മിനിറ്റുകൾ മാത്രം. അശ്വിൻ 6ഉം ജഡേജ 3ഉം ബംഗ്ലാദേശ് വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യക്ക് സ്വന്തമായത് 280 റൺസിന് തകർപ്പൻ ചെയ്യും. ഇനി കാൺപൂരിൽ നടക്കുന്ന അടുത്ത മത്സരം തോൽക്കാതിരുന്നാൽ നാട്ടിൽ തുടർ ടെസ്റ്റ് പരമ്പര വിജയങ്ങളുടെ റെക്കോർഡ് 18 ഉയർത്താനും ഇന്ത്യക്കാകും. നാട്ടിൽ അവസാനമായി ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പര തോൽക്കുന്നത് 2012 ഇരുവരും ഒന്നിച്ച് ഇന്ത്യക്ക് കളിക്കാൻ തുടങ്ങിയ തുടക്കകാലമായിരുന്നു അത്. ഇന്ത്യൻ മണ്ണിൽ സ്പിന്നർമാർക്ക് നിർണായക റോളുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ 45 ടെസ്റ്റ് മത്സരങ്ങളിൽ അശ്വിനും ജഡേജ ഒന്നിച്ച് കളിച്ചിട്ടുണ്ട്. 34 എണ്ണത്തിലും ഇന്ത്യക്ക് ജയിക്കാനായി. തോൽവി അറിഞ്ഞത് വെറും 3 എണ്ണത്തിൽ മാത്രം. ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളായ അനിൽ കുംബ്ലെയും ഹർഭജൻ സിംഗും നാട്ടിൽ 34 ടെസ്റ്റിൽ ഒന്നിച്ച് കളിച്ചതിൽ ജയിക്കാനായത് 14 എണ്ണത്തിൽ മാത്രമാണ്. 6 ടെസ്റ്റുകൾ തോറ്റു. അശ്വിൻ ജഡേജ സഖ്യത്തിന്റെ മികവ് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ ബാറ്റിംഗിലും ബൌളിംഗിലും മികച്ച ജോഡികൾ പലതും ഉണ്ടായിരുന്നു. എന്നാൽ വിക്കറ്റിനായി ഒന്നിച്ച് വേട്ടയാടുകയും മുൻനിര 10 മിഡിൽ ഓർഡറിൽ വിലയേറിയ റൺസ് നേടുകയും ചെയ്യുന്ന ഒരു ജോഡികളെ അധികമാരും കണ്ടിട്ടില്ല. ആ ആഡംബരം ടീം ഇന്ത്യക്ക് സ്വന്തമാണെന്ന് പറയാം. കുറെ വർഷങ്ങളായി നാട്ടിലെ സ്പിൻ പിച്ചുകളിൽ ബാറ്റർമാർ പോലും പലപ്പോഴും ഇന്ത്യൻ ടീമിനെ മുഖം രക്ഷിക്കുന്നത് അശ്വിൻ ജഡേജ ബാറ്റിംഗ് ജോഡിയായിരുന്നു. നാട്ടിൽ ഇതുവരെ ഒന്നിച്ച് കളിച്ച 45 ടെസ്റ്റുകളിൽ അശ്വിൻ 261 വിക്കറ്റുകളും ജഡേജ 218 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. ഇതിൽ ജഡേജ 10 റൺസ് നേടിയിട്ടുണ്ട്. വിരാട് കോഹ്ലിക്കും ചേതേശ്വർ പൂജാരയ്ക്കും മാത്രമാണ് ഇതിൽ കൂടുതൽ റൺസ് ഉള്ളത്. അശ്വിനാവട്ടെ ഇക്കാലത്തിനിടെ 1141 റൺസും നേടിയിട്ടുണ്ട്. KL രാഹുൽ, മയങ്ക് അഗർവാൾ, ശിഖർ ധവൻ എന്നിവർ ഇക്കാലത്തിനിടയ്ക്ക് നാട്ടിൽ നേടിയ റൺസിനേക്കാൾ മുകളിൽ വരും ഇത്. ഈ നാട്ടിലെ സെഞ്ചുറികളുടെ കാര്യമെടുത്താൽ ധവാനേക്കാളും രാഹുലിനേക്കാളും സെഞ്ചുറികൾ ഇന്ത്യൻ മണ്ണിൽ അശ്വിൻ സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ കണക്കിൽ അജിങ്ക്യ രഹാനെക്കൊപ്പമാണ് അശ്വിന്റെ സ്ഥാനം. നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ പ്രഖ്യാപിക്കുമ്പോൾ ബാറ്റർമാരുടെ ആദ്യ തെരഞ്ഞെടുപ്പ് അശ്വിൻ ജഡേജ ജോഡിയായിരിക്കുമെന്നതിൽ സംശയമില്ല. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര തകർച്ച മുന്നിൽ കണ്ട നിരവധി അവസരങ്ങളിൽ രക്ഷയ്ക്കെത്തിയ ഇരുവരും നിർണായക സമയങ്ങളിൽ എതിർ ടീമിനെ നിർണായക കൂട്ടുകെട്ടിലും പൊളിക്കുന്നതിലും മുന്നിലുണ്ടാകും. കളത്തിൽ ഇനി ഇരുവർക്കും ഫലമൊന്നുമില്ല. ഇവർക്ക് പകരം ആര് എന്നതാകും ഭാവിയിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയിലൊന്ന്. അക്ഷർ പട്ടേലിനും വാഷിംഗ്ടൺ സുന്ദറിനെയും പോലുള്ള കഴിവുള്ള താരങ്ങളെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ അനുഭവ സമ്മതത്തിൽ അവരെ കവച്ചു വെക്കാൻ ഇനി വരുന്നവർക്ക് തെല്ലൊന്നുമല്ല വിയർപ്പൊഴിക്കേണ്ടി വരിക.